ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയില്ല. പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ? നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പൊ ഇവിടെ ചോദ്യം എന്താ മനസ്സിലാക്കാം നമുക്ക്? സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയില്ല. മുഅ്മിനാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം. മുഅ്മിനാവണമെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പര സ്നേഹമുണ്ടാകാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. എന്താണ്? പരസ്പരം സലാം വ്യാപിപ്പിക്കുക. സലാം വ്യാപിപ്പിച്ചാലുള്ള ഗുണം എന്താണ്? പരസ്പരം സ്നേഹമുണ്ടാകും. സലാം വ്യാപിപ്പിച്ചാല് പരസ്പരം സ്നേഹമുണ്ടാകും. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് അവർ മുഅ്മിനാവുകയുള്ളൂ. മുഅ്മിനായാലാണ് സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ്? മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. അപ്പൊ അതില് പ്രധാന പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത്. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. വിട്ട പാമ്പ് പൂരിപ്പിക്കാൻ വരും. മുസ്ലിങ്ങൾ പരസ്പരം നമുക്ക് മേലെ ഓപ്ഷനിൽ തരും, സലാം പറയണം, സ്നേഹിക്കണം എന്നൊക്കെ. അപ്പൊ നമുക്ക് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. പിന്നെ മുഅ്മിനാവാൻ പരസ്പരം എന്ത് വേണം? സ്നേഹം വേണം. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. മുഅ്മിനാവണം. എന്തിനാണ് മുഅ്മിനാവുന്നത്? സ്വർഗത്തിൽ കടക്കാൻ. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. അപ്പൊ ഇതിങ്ങനെ ഏത് രീതിയിൽ വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. എങ്ങനെയാണ് സലാം പറയുക? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. വഅലൈക്കും മുസ്സലാം. വഅലൈക്കും മുസ്സലാം എന്നാണ് സലാം അടക്കുക. എങ്ങനെയാണ് സലാം അടക്കേണ്ടത്? വഅലൈക്കും മുസ്സലാം എന്നാണ് സലാം അടക്കേണ്ടത്. അപ്പൊ സലാം പറയേണ്ട രൂപം, സലാം മടക്കേണ്ട രൂപം. സലാം വ്യാപിച്ചാലുള്ള ഗുണം എന്താണ്? സ്നേഹമുണ്ടാകും. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. ഒക്കെ മനസ്സിലാക്കാം. സ്നേഹം ഉണ്ടാകാൻ നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ത്? സലാം വ്യാപിപ്പിക്കുക. മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. സലാം പറയുന്നതും സലാം അടക്കുന്നതും മനസ്സിലാക്കാം. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഇവിടെ തദ്രിബാത്തിൽ ആദ്യം സലാം പറയുന്നതും സലാം അടക്കുന്നതും ഉണ്ട്. അതിന് നല്ല വൃത്തിയിൽ നിറം നൽകാനാണ്. അപ്പൊ അതില് മനസ്സിലാക്കിയ അക്ഷരങ്ങളൊക്കെ മാറാതെ പുറത്തേക്ക്, നിറം പുറത്തേക്കാവാതെ എല്ലാവരും കൊടുക്കാം. അസ്സലാമു അലൈക്കും, വഅലൈക്കും മുസ്സലാം. മനസ്സിലാക്കുക. ഇനി ഉത്തരം എഴുതാനാണ്. സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് സലാം വ്യാപിപ്പിച്ചാല് എന്താ ഉണ്ടാവുക? സലാം വ്യാപിപ്പിച്ചാൽ പരസ്പരം സ്നേഹമുണ്ടാകും. പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക. അപ്പൊ അത്
മനസ്സിലാക്കിയിട്ട് എഴുതാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക. അടുത്തത് എന്താണ്? ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയല് നമുക്ക് പ്രയോഗിക്കാം. അപ്പൊ അത് ഒരു നമ്മളെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാരും സലാം പറയണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മള് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെയ്യാം. പിന്നെന്താണ്? മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയല്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയല്. അപ്പൊ അതും പ്രയോഗത്തിൽ വരുത്തുക. ക്ലാസ്സിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോഴും സലാം പറയല് പ്രയോഗിക്കുക. പിന്നെന്താണ്? ചാർട്ട് തയ്യാറാക്കാനാണ്. എന്തിന്റെ ചാർട്ടാണ് തയ്യാറാക്കേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് ഒരു ചാർട്ടിൽ വൃത്തിയിൽ എഴുതാം എന്ന് എഴുതി ചാർട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പൊ നല്ല നിറക്ക നൽകിയിട്ട് നല്ല വൃത്തിയിൽ ഇപ്പൊ പല രീതിയിലും കാലിഗ്രാഫി എഴുതാൻ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ ചാർട്ടിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സി മാർക്ക് ലഭിക്കുന്ന വർക്കുകളാണ്. അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എത്രയാണ് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്?